നമസ്കാരം. വെള്ളി നക്ഷത്രത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തമിഴ് സിനിമ എന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു മുഖം ദളപതി വിജയുടേതാണ്. ഇപ്പോൾ ഇതാ വിജയ് പ്രേക്ഷകരെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. എന്നാൽ 2026 ജനുവരി 10 വിജയുടെ അവസാനത്തെ ചിത്രം നമ്മുടെ കൈകളിലേക്ക് എത്തും. ചിത്രത്തിന്റെ പേര് ജനനായകൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് ജനനായകന്റെ ഓരോ പോസ്റ്ററും ടീസറുകളും ഒക്കെയാണ്. നമ്മൾക്ക് ജനനായകന്റെ വിശേഷത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ? തമിഴ് സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയിൽ വിജയ് ചിത്രങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. വിജയുടെ സിനിമകൾ പലപ്പോഴും തിയേറ്ററുകളെ തകർച്ചയുടെ വക്കിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ ഇൻഡസ്ട്രിയുടെ നെടുന്തൂണായി നിൽക്കുന്ന സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുവെന്ന വിജയുടെ പ്രഖ്യാപനം തമിഴ് സിനിമ ഇൻഡസ്ട്രിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. സമ്പൂർണ്ണ രാഷ്ട്രീയ പ്രവേശനത്തിന് മുമ്പ് വിജയുടേതായി തിയേറ്ററിലെത്തുന്ന ചിത്രമാണ് ജനനായകൻ. അനൗൺസ്മെന്റ് മുതൽ ആരാധകർ വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനു വേണ്ടി കാത്തിരിക്കുന്നത്. അവസാന ചിത്രം ആരാധകർക്കു വേണ്ടി സ്പെഷ്യൽ ട്രീറ്റ് ആകുമെന്ന് പലരും കണക്കുകൂട്ടി. എന്നാൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ആരാധകരുടെ പ്രതീക്ഷ കുറയുകയാണ്. തെലുങ്ക് ചിത്രം ഭഗവന്ത് കേസരിയുടെ റീമേക്കാണ് ജനനായകനെന്ന് തുടക്കം മുതൽ റൂമറുകൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും. ചിത്രത്തിന്റെ രണ്ടാമത്തെ ഗാനം പുറത്തിറങ്ങുമെന്ന് അറിയിച്ചുകൊണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട അപ്ഡേറ്റ് സൂചന നൽകുന്നുണ്ട്. വിജയ് ആലപിച്ച ചെല്ല മക്കളെ എന്ന ഗാനത്തിന്റെ പ്രൊമോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നു. ഭഗവന്ത് കേസരിയിലെ ഉയ്യാലയ്യ എന്ന ഗാനത്തെ പോലെയാണ് ഈ ഗാനവുമെന്നാണ് ആരാധകർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതോടെ ജനനായകനിലുള്ള പ്രതീക്ഷ ആരാധകർക്ക് കുറയുകയും ചെയ്തു. ചിത്രത്തിന്റെ മറ്റ് അപ്ഡേറ്റുകളിലും ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. വിജയുടെ പിറന്നാൾ ദിനത്തിൽ പുറത്തു വന്ന ഫസ്റ്റ് ഗ്ലിംസിൽ പോലീസ് വേഷത്തിൽ വിജയ് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സംശയം ബലപ്പെട്ടത്. ആദ്യകാലത്തിൽ മമിതയുടെ ഗെറ്റപ്പും ഈ സംശയത്തിന് കൂടുതൽ ബലം നൽകി. ഇപ്പോൾ ഇതാ റീമേക്ക് ആണെന്ന് 90% ഉറപ്പായിരിക്കുകയാണ്. വിജയുടെ കരിയറിലെ വലിയ ഹിറ്റുകളിൽ ചിലത് റീമേക്ക് ആയിരുന്നു. വിജയെ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് ഉയർത്തിയ ഗില്ലി മഹേഷ് ബാബുവിന്റെ ഒക്കുടു എന്ന തെലുങ്കു ചിത്രത്തിന്റെ തമിഴ് റീമേക്ക് ആയിരുന്നു. ഒറിജിനലിനേക്കാൾ വലിയ ഹിറ്റായി ഗില്ലി മാറുകയും ആ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റ് നേട്ടം സ്വന്തമാക്കുകയും ചെയ്തു. മഹേഷ് ബാബുവിന്റെ തന്നെ പോക്കിരിയും പിന്നീട് വിജയ് തമിഴ് റീമേക്ക് ചെയ്തു. നല്ല വിജയമായിരുന്നു ചിത്രം നേടിയിരുന്നത്. ഗില്ലിക്ക് ശേഷം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ വിജയ് ചിത്രം ലിയോയും റീമേക്ക് ആയിരുന്നു. ഹോളിവുഡ് ക്ലാസിക് ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ റീമേക്കാണ് ലിയോ. ഇപ്പോൾ ഇതാ തന്റെ കരിയറിലെ അവസാന ചിത്രവും റീമേക്കായി മാറിയിരിക്കുകയാണ്. തെലുങ്കിൽ ശരാശരി വിജയം മാത്രം സ്വന്തമാക്കിയ ഭഗവന്ത് കേസരി എച്ച് വിനോദ് എങ്ങനെ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. തീരൻ, സതുരംഗ വേട്ടൈ തുടങ്ങിയ ക്ലാസിക്കുകൾ ഒരുക്കിയ എച്ച് വിനോദ് ദളപതിക്ക് ഗ്രാൻഡ് ഫെയർവെൽ തന്നെയാകും നൽകുക എന്നാണ് പ്രേക്ഷകർ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത്. ഭഗവന്ത് കേസരി എന്ന തെലുങ്കു ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരുന്നത് ബാലയ്യയായിരുന്നു. ട്രോളുകൾ മാത്രം വാരിക്കൂട്ടുന്ന ബാലയ്യ ചിത്രത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷൻ മാസ് എന്റർടൈനർ ചിത്രമായിരുന്നു ഭഗവന്ത് കേസരി.